ഹലോ നമസ്കാരം. നമ്മുടെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തേർഡ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ രണ്ട് മൂന്ന് ടോപ്പിക് കൂടെ നമുക്കൊന്ന് പറയാനുണ്ട്. ഒന്നാമത്തത് അണ്ടർ റൈറ്റിംഗ് ഇൻ ഇൻഷുറൻസ്. ഇൻഷുറൻസിലെ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഉറപ്പ് കൊടുക്കുക. എന്ത് ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ അത് ഞങ്ങൾ പരിഹരിച്ചു തരും. ആദ്യം ഉറപ്പ് കൊടുക്കുന്ന ആൾക്കാര് ഇൻഷുറർ ആണ്. അപ്പൊ നോക്കാം, അണ്ടർ റൈറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് റിസ്ക്. ശ്രദ്ധിക്കുക കേട്ടോ, ഒരു റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക ഓഫ് ആൻ ഇൻഷുറൻസ് അപ്ലിക്കന്റ്. ഒരാൾ ഇപ്പോ ഒരു ഉദാഹരണം, ഞാനിപ്പോ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്യാണ്. അപ്പൊ ഒരു ബൈക്കിന് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ അത് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്ന് അതിനെ വാല്യൂ ചെയ്യുക, അതിനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബിസിനസ്, ഒരു ഫയർ ഇൻഷുറൻസ് ചെയ്യാന്ന് വെച്ചോളൂ, ബിസിനസ്. അപ്പോ എങ്ങാനും ആ ഒരു ബിസിനസ് കത്തി നശിച്ചു പോയാൽ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ആ റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ, ആ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഒരു അപ്ലിക്കന്റ് അഥവാ ഇൻഷുറൻസിന് അപേക്ഷ ഒരാളുടെ റിസ്കിനെ, അഥവാ റിസ്ക് പറഞ്ഞാൽ എന്താ, ആ നഷ്ടം എത്ര ഉണ്ടാവും എന്നുള്ളത് അല്ലെ, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് അണ്ടർ റൈറ്റിംഗ്. അപ്പൊ ഇത് ആരെക്കാരും ചെയ്യുന്നുണ്ടാവുക? നമുക്കറിയാം, ആരാണോ ഇൻഷുർ കൊടുക്കുന്നത് അല്ലെ, ഇൻഷുറൻസ് കമ്പനി അഥവാ ഇൻഷുറർ ആണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇൻഷുററുടെ മറ്റൊരു പേരും കൂടെ നമുക്ക് പറയാം അണ്ടർ റൈറ്റർ. കാരണം എന്താ, അയാളാണ് ആ റിസ്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. ഇത് ഓരോ വ്യക്തിക്ക്, അഥവാ ഒരു വ്യക്തി ഒരാളുടെ ഹെൽത്ത് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാണ്, അങ്ങനെ ഒരു വ്യക്തിക്ക് ബാധകമാണ്, അതുപോലെ തന്നെ ഒരു ബിസിനസിനും ബാധകമാണ് എന്ത്, ഈ അണ്ടർ റൈറ്റിംഗ് എന്നുള്ള കാര്യം. അങ്ങനെ അണ്ടർ റൈറ്റിംഗ് ചെയ്താൽ എന്താണ് അതിന്റെ കാര്യം, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്ന്, വെദർ ടു അക്സെപ്റ്റ് ദ റിസ്ക്. അപ്പോ ഇപ്പൊ ഇൻഷുറർ ഒരു കാര്യം കറക്റ്റ് ചെക്ക് ചെയ്തു, എന്നിട്ട് അയാൾക്ക് അത് ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ഒരു ആലോചിച്ച് നോക്കിയേ, ഒരു പൊള്ളാടാനായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു ബിൽഡിംഗ് അല്ലെ, കുറേ കാലത്ത് പഴക്കമുണ്ട്, ഏത് നിമിഷം അത് വീഴും, തകരും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ പിന്നെ ഒരു അണ്ടർ റൈറ്റർ അല്ലെങ്കിൽ ഇൻഷുറർ വന്ന് അത് ചെക്ക് ചെയ്തിട്ട് പറയും, ഇത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയൂല അല്ലെ, ഈ ഒരു റിസ്ക് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് ഏത് നിമിഷം പൊള്ളാടാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു റിസ്ക് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ അണ്ടർ റൈറ്റിംഗിലൂടെ സഹായിക്കും. ഓൺ വാട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, അതുപോലെ എന്ത് റൂൾസ് റെഗുലേഷൻസ് ആണ്, എന്ത് കണ്ടീഷൻസ് ആണ് ആ ഒരു ഇൻഷുറൻസുമായി മുന്നോട്ട് പോകുമ്പോൾ വരുന്നത്, അത് തീരുമാനിക്കാൻ കഴിയും. അതുപോലെ അറ്റ് വാട്ട് പ്രീമിയം, എത്ര രൂപയാണ് അയാള് അഥവാ ഇൻഷുർഡ് പ്രീമിയം ആയിട്ട് അടക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു അണ്ടർ റൈറ്റിംഗിലൂടെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബൈക്ക് പോവാണ്, ആ ബൈക്കിന് ഇൻഷുറൻസ് ആയിട്ട് പ്രീമിയം ആയിട്ട് ഒരു 2000 രൂപയ്ക്കാണ് ഒരു വർഷത്തിൽ നമ്മൾ കൊടുക്കാറുള്ളത് അല്ലെ. ബൈക്കിന് 2000 ആണ്, ഒരു കാറിന് 2000 കൊടുത്താൽ മതിയോ? അല്ല. ഒരു കാർ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപക്ക് കൊടുക്കേണ്ടി വരും. കാരണം എന്താ, ബൈക്കിനേക്കാൾ വാല്യൂ ഉണ്ട് കാറിന്. നിങ്ങൾ ഒരു ബസ് ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ അപ്പൊ ഒരു 25,000 30,000 കൊടുക്കേണ്ടി വരും. കണ്ട, അപ്പൊ ആ പ്രൈസ്, അതാണ് പ്രീമിയം. നമ്മൾ ഇൻഷുർഡ് കൊടുക്കുന്ന എമൗണ്ട് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ പ്രീമിയം എത്ര രൂപയാണെന്നുള്ളതും തീരുമാനിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, അണ്ടർ റൈറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻഷുർസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി. ഈ അണ്ടർ റൈറ്റിംഗിലൂടെയാണ് നമ്മുടെ ഇൻഷുറർക്ക് അഥവാ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്നത് അല്ലെ, ഒരു സ്ഥിരത, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കണക്കൂട്ടി ചെക്ക് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ അണ്ടർ റൈറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഡിസിഷൻസ്, കീ ഡിസിഷൻസ് ഇൻ അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗിലുള്ള കുറച്ച് തീരുമാനങ്ങൾ. ഒന്ന്, അക്സെപ്റ്റൻസ് ഓഫ് റിസ്ക്. റിസ്ക് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് ഇൻഷുറർക്ക് തീരുമാനിക്കാൻ ഈ അണ്ടർ റൈറ്റിംഗ് സഹായിക്കുന്നുണ്ട് അല്ലെ. റിസ്ക് സ്വീകരിക്കണോ അതല്ല റിജക്ട് ചെയ്യണോ എന്നുള്ളത്. പിന്നെ ടേംസ് ഓഫ് കവറേജ്, ഈ ഒരു ഇൻഷുറൻസ് കവറേജിന്റെ ടേംസുകൾ, അഥവാ അതിന്റെ എമൗണ്ട് എത്രയാണ്, അതിന്റെ എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, ചിലത് അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ അതിന്റെ എല്ലാ ടേംസുകളും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ ഒരു അണ്ടർ റൈറ്റിംഗിലൂടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രീമിയം ഫിക്സേഷൻ അല്ലെ, നമ്മൾ എത്ര രൂപയാണ് പ്രീമിയം എന്നുള്ളത് തീരുമാനിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ പ്രീമിയം എങ്ങനെ പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുക, ഹയർ റിസ്ക് കൂടുതലുള്ളതിന് ഹയർ പ്രീമിയം വേണ്ടി വരും അല്ലെ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പൊ ഒരു അസുഖമായിട്ട് കിടക്കുന്ന ഒരാള്, അയാള് മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ സ്വാഭാവികം അതിന്റെ പ്രീമിയം കൂടും. കാരണം അത് ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമായിട്ട് മാറും അല്ലെ. ഇനിയിപ്പോ അതല്ല, ഒരു കുഴപ്പമില്ല, നല്ലൊരു യുവാവായിട്ടുള്ള ഒരാള്, അയാൾ പോയിട്ട് ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് അത്രത്തോളം പ്രീമിയം ഉണ്ടാവില്ല. കാരണം അയാളുടെ ലൈഫിന് കുറെ കാലമുണ്ട്, കുറെ കാലത്തേക്ക് അയാളുടെ പേയ്മെന്റ് അടക്കാൻ പറ്റും.
അപ്പോൾ റിസ്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികം പ്രീമിയം കൂടും, റിസ്ക് കുറവാണെങ്കിൽ പ്രീമിയം കുറയും. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്, ഇതിപ്പോ നമ്മളെ സത്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ അല്ലെ ഹെൽപ്സ് ഡിസൈഡ് ഈ പോയിന്റുകൾ തന്നെയാണ് വീണ്ടും കീ ഡിസിഷൻസ് എന്നുള്ള പേരിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതന്നെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള പേരിലും പറയുന്നത് കേട്ടോ, കാരണം ഇതൊക്കെ പറയുന്ന കോൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്, അണ്ടർ റൈറ്റിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത്? ഒന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇവാലുവേറ്റ് പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ക്ലെയിം, ഭാവിയിൽ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ കമ്പനിക്ക് അഥവാ ഇൻഷുറൻസ് കമ്പനിക്ക് എത്രത്തോളം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അണ്ടർ റൈറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസിങ് അക്യൂറസി, ഈ പ്രൈസിംഗ് എന്നാണ് നമ്മളെ പ്രീമിയം അല്ലെ, അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. പ്രീമിയം എത്ര രൂപ വേണം അല്ലെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിസ്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ പ്രീമിയം വേണം, റിസ്ക് കുറവാണെങ്കിൽ കുറഞ്ഞ പ്രീമിയം മതി. അപ്പൊ എത്രത്തോളം പ്രീമിയം എമൗണ്ട് ഫിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ അണ്ടർ റൈറ്റിംഗിലൂടെ ഇൻഷുറർക്ക് തീരുമാനിക്കാൻ സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ പ്രീമിയം ഫിക്സ് ചെയ്യാൻ, അതാണ് ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പ്രീമിയം ഫിക്സ് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത് പ്രിവെന്റിങ് അഡ്വേഴ്സ് സെലക്ഷൻ അഥവാ റിജക്ട് ചെയ്യാം. ഏത് ഭയങ്കര ഹെവി റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ലോസ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ റിജക്ട് ചെയ്യാനും ഇത് സഹായിക്കും. അഥവാ പ്രിവെന്റിങ് അഡ്വേഴ്സ് സെലക്ഷൻ. ഓക്കെ, അവോയ്ഡ് സിറ്റുവേഷൻ വേർ ഓൺലി ഹൈ റിസ്ക് പീപ്പിൾ ബൈ ഇൻഷുറൻസ് അല്ലെ, ഭയങ്കര റിസ്ക് കൂടുതലുള്ള ചില കാര്യങ്ങൾ, ചില ഇവന്റുകൾ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ അണ്ടർ റൈറ്റിംഗിലൂടെ അതിനെ ഒഴിവാക്കാം, റിജക്ട് ചെയ്താ, റിജക്ഷൻസ് ഇഫ് നീഡ്. അപ്പൊ ആദ്യം അവരെന്ത് ചെയ്യും, റിസ്ക് കറക്റ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്യും, അതുപോലെ തന്നെ കറക്റ്റ് പ്രീമിയം വെക്കും. ചില കേസിൽ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര ഹെവി റിസ്ക് ആണെങ്കിൽ പിന്നെ അത് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കില്ല, അവരത് റിജക്ട് ചെയ്യും. കാരണം അങ്ങനെ വലിയൊരു നഷ്ടം അതിലൂടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത ഹെഡിങ് ആണ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്, അണ്ടർ റൈറ്റിംഗിന്റെ രൂപങ്ങൾ കേട്ടോ. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ്, ലൈഫ് ഇൻഷുറൻസിനെ അണ്ടർ റൈറ്റ് ചെയ്യുക അല്ലെ. അണ്ടർ റൈറ്റ് ചെയ്യാൻ എന്താ, ആ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യും? ഇപ്പൊ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോവാണ്, അപ്പൊ നമ്മുടെ ഇൻഷുറർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക? ഒന്ന് അയാളുടെ ഏജ്, ആലോചിക്കെ ഒരു 50 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 55 വയസ്സുള്ള ഒരാൾ ഇൻഷുറൻസ് എടുക്കാണ്, ലൈഫ് ഇൻഷുറൻസ് എടുക്കാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രീമിയം എമൗണ്ട് കൂടും. കാരണം എന്താ, കുറഞ്ഞ കാലം അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവുള്ളൂ അല്ലെ, കുറച്ചു കാലം അദ്ദേഹത്തിന് പേയ്മെന്റ് കിട്ടുള്ളൂ, സ്വാഭാവികമായിട്ടും പ്രീമിയം എമൗണ്ട് കൂടും. ഇനി ഒരു 20-25 വയസ്സുള്ള ഒരാളാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്, അയാളുടെ പ്രീമിയം കുറയും, കാരണം കുറെ കാലം അദ്ദേഹത്തിന് ലൈഫ് ഉണ്ടാവും, അപ്പോൾ കുറഞ്ഞ എമൗണ്ട് അടച്ചാൽ തന്നെ അത്യാവശ്യം എമൗണ്ട് ആവും. അപ്പൊ ഏജ് അവിടെ വാല്യൂറ്റ് ചെയ്യും. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, ഒരാളുടെ ഹെൽത്ത്, ഇപ്പൊ ഒരാൾ കുറെ അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രീമിയം എമൗണ്ട് കൂട്ടേണ്ടി വരും. അങ്ങനെയൊന്നും നല്ല ആരോഗ്യവാനാണെങ്കിൽ പ്രീമിയം എമൗണ്ട് കുറച്ച് മതി. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, അയാളുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ റെഫറൻസസ്, ഡോക്ടേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ്, അതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. പിന്നെ ഓക്യുപ്പേഷൻ, ജോലി അല്ലെ, നല്ല സാലറിയുടെ എംപ്ലോയി ആണെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ മാറ്റം ഉണ്ടാവും. പിന്നെ ലൈഫ് സ്റ്റൈൽ, അഥവാ അയാള് സ്മോക്ക് ചെയ്യുന്ന ആളാണോ, ആൽക്കഹോൾസ് യൂസ് ചെയ്യുന്ന ആളാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അല്ലെ ലൈഫ് ഇൻഷുറൻസിൽ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഒരു ഉദാഹരണം യങ് ഹെൽത്തി പേഴ്സൺ അല്ലെ, ഒരു യങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കുറഞ്ഞ പ്രീമിയം മതി. ഒരു ആൽക്കഹോളിക്സ്റ്റ് ആണെങ്കിൽ, അതായത് നല്ല സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികം പ്രീമിയം കൂട്ടും, കാരണം തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ലൈഫ് ഇൻഷുറൻസിൽ വരുന്ന അണ്ടർ റൈറ്റിംഗ്. ഇനി അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന അണ്ടർ റൈറ്റിംഗ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഇൻഷുറർ ചെക്ക് ചെയ്യുന്നത്? ഒന്ന് പ്രീ ആൻഡ് എക്സിസ്റ്റിംഗ് ഡിസീസ്, മുൻപ് അദ്ദേഹത്തിന് വന്ന അസുഖങ്ങളാണ് നമ്മൾ ചെറിയ പനി ജലദോഷം ഒന്നല്ല കേട്ടോ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള, കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന് എന്തൊക്കെ അസുഖങ്ങളുണ്ട്. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ, നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടുള്ള ആ ഒരു അളവുണ്ടല്ലോ, BMI, അത് ചെക്ക് ചെയ്യും. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് കൊടുത്തുള്ള റിപ്പോർട്ടുകൾ അവർ വെരിഫൈ ചെയ്യും. അതുപോലെ ഫാമിലി ഹെൽത്ത് ഹിസ്റ്ററി, അവരുടെ ഫാമിലിയുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രീമിയം തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നോക്കുക, അണ്ടർ റൈറ്റിംഗിലൂടെ അതൊക്കെ ചെക്ക് ചെയ്യും. ദെൻ അടുത്തത് മൂന്നാമത്തത് ജനറൽ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ്. ജനറൽ ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക? ഒന്ന് കവേഴ്സ് നോൺ ലൈഫ് അസറ്റ്, അഥവാ ഒരാളുടെ ജീവൻ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസിൽ പെടുന്നത്. അതിൽ എന്തൊക്കെ ചെക്ക് ചെയ്യുക? ഒന്ന് പ്രോപ്പർട്ടി, നമ്മൾ ഒരു ബിസിനസ് ആണ്, ഒരു ബിൽഡിംഗ് ആണ്, മെഷീനറീസ് ആണ്, എന്താണ് ഇൻഷുർ ചെയ്യുന്നത് ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. മോട്ടോർ വെഹിക്കിൾസ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. പിന്നെ മറൈൻ കാർഗോ, നമ്മുടെ ഷിപ്പ് അല്ലെ, ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കറക്റ്റ് വെരിഫൈ ചെയ്യും. അതുപോലെ മെഷീനറീസ് ആണെങ്കിൽ അത് വെരിഫൈ ചെയ്യും. അപ്പൊ ഇതൊക്കെ
നമ്മുടെ ജനറൽ ഇൻഷുറൻസിൽ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. എന്തൊക്കെ അതിൽ നോക്കുക? അസറ്റിന്റെ വാല്യൂ നോക്കും, അതിന്റെ ലൊക്കേഷൻ നോക്കും, അതുപോലെ തന്നെ റിസ്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. ഇപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോൾ ഒരു ഫ്ലഡ്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലേസ് ആണെന്ന് വെച്ചോളി. അപ്പൊ അവിടുത്തെ ഒരു ബിസിനസ് ഇൻഷുറൻസ് സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും? ഹയർ പ്രീമിയം വാങ്ങും. കാരണം അവിടെ റിസ്ക് കൂടുതലാണ്, അല്ലെ? അല്ല, ഒരു നോർമൽ ഒരു പ്ലേസ് ആണ്, ഒരു കുഴപ്പമില്ലാത്താണെങ്കിൽ അവിടെ പ്രീമിയം കുറയും. കാരണം അവിടെ റിസ്ക് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നാലാമത്തേതാണ് റീ ഇൻഷുറൻസ് അണ്ടർറൈറ്റിംഗ്. ഈ റീ ഇൻഷുറൻസ് എന്നാൽ ആ ടേം ഒന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. ഇപ്പൊ ഒരു ഇൻഷുറൻസ് കമ്പനി വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യും. എങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് വലിയ റിസ്ക് ആണല്ലോ, അവരുടെ തലമുറയിൽ വലിയ റിസ്ക് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരെക്കാൾ വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വീണ്ടും ഇൻഷുർ ചെയ്യും. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ആ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അവരെക്കാൾ വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യും. അതിനാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആര് തമ്മിലുള്ള ഇടപാടാ? രണ്ടും ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെ? ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ റിസ്കിനെ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് ഇൻഷുർ ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഇൻഷുറർ ട്രാൻസ്ഫേഴ്സ് പാർട്ട് ഓഫ് റിസ്ക് ടു റീ ഇൻഷുറർ. അപ്പൊ അവിടുത്തെ ഇൻഷുറർ, അവിടെ രണ്ടാളും തന്നെയാണ് ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെ? അപ്പൊ അവിടുത്തെ വലിയ കമ്പനി, അല്ലെ? വലിയ കമ്പനി, അതിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയാം. ആ ഇൻഷുറർ എന്ത് ചെയ്യും? നമ്മുടെ ഇൻഷുർഡിന്റെ കറക്റ്റ് റിസ്ക് കാര്യങ്ങളൊക്കെ അവർ എത്രത്തോളം ആളുകളുടെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്, എത്രത്തോളം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാറുണ്ട് എന്നൊക്കെ കറക്റ്റ് വെരിഫൈ ചെയ്തിട്ടാണ് അവർ അതിനെ അണ്ടർ റൈറ്റിംഗ് ചെയ്യാറുള്ളത്. അപ്പൊ അവർ നോക്കുന്നത് ക്ലെയിം ഹിസ്റ്ററി, ആ കമ്പനിയുടെ ഇതുവരെ എത്ര ക്ലെയിം ചെയ്തിട്ടുണ്ട്, അവർ എത്ര റിസ്കുകൾ ഉണ്ട്, ഏതൊക്കെ പോളിസികളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ കറക്റ്റ് വെരിഫൈ ചെയ്തിട്ടായിരിക്കും അവിടെ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അണ്ടർ റൈറ്റിംഗ്? അതിന്റെ പ്രൊസീജിയേഴ്സ് ആ പറയുന്നത്, അതിന്റെ സ്റ്റെപ്സ് ആ പറയുന്നത്. ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രൊസീജിയേഴ്സ്. ആദ്യം ഒരു അപ്ലിക്കേഷൻ ഫോം എഴുതി വാങ്ങും, അല്ലെ? എങ്ങനെയാണ് ഇപ്പൊ ഈ അണ്ടർ റൈറ്റിംഗ് ചെയ്യുക? ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. എന്തൊക്കെ അതിൽ ഉണ്ടാവുക? ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹെൽത്ത് ഡിക്ലറേഷൻസ്, അല്ലെ? ഇപ്പോ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കുടിക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖം ഉണ്ടോ, മുമ്പ് അഡ്മിറ്റ് ഓപ്പറേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, തുടങ്ങിയിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ ഫിൽ ചെയ്യാണ്ടാവും. പിന്നെ പാസ്റ്റ് ഇൻഷുറൻസ് ക്ലെയിം, മുമ്പ് ഏതെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്ത് വാങ്ങും. അപ്പൊ ആദ്യത്തെ പണി എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് വാങ്ങാം. രണ്ടാമത്തത് മെഡിക്കൽ റിപ്പോർട്ടുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏജും മറ്റൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡോക്ടേഴ്സ് നൽകിയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും, അല്ലെ? അപ്പം മുമ്പുള്ള ട്രീറ്റ്മെന്റ്, മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഇപ്പൊ അറ്റ് പ്രസന്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും. രണ്ടാമത്തത് മെഡിക്കൽ റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യും. മൂന്നാമത്തത് ഓക്യുപേഷണൽ ലൈഫ് സ്റ്റൈൽ, അയാളുടെ ജോലി, അതുപോലെ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ജോലി അറിയുന്നത് നല്ല റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ് അയാൾ ചെയ്യുന്നത് എന്ന് വെച്ചോളി. ഇപ്പോ ഏത് സമയം അപകടം പറ്റാൻ സാധ്യതയുള്ള ഒരു ജോബ്. സ്ഥിരം ഒരു മിലിറ്ററിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഏത് സമയത്ത് അപകടത്തിന് സാധ്യത, പിന്നെ അല്ലെങ്കിൽ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ അങ്ങനത്തൊക്കെയാണ് അവര് വർക്ക് ചെയ്യുന്നത്. അപകടത്തിന് സാധ്യത കൂടുതലുണ്ട്. അതാണ് ഓക്യുപേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പ്രീമിയം കൂടും. അങ്ങനെ ഒരു നോർമൽ ജോബ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രീമിയം കുറയും. പിന്നെ ലൈഫ് സ്റ്റൈൽ, അയാൾ സ്മോക്ക് ചെയ്യുന്ന ആളാണോ, ആൽക്കഹോളിക് ആണോ, അങ്ങനത്തെ ആണെങ്കിൽ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നം വരും, അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് പ്രീമിയം കൂടും. ഇനി അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പ്രീമിയം കുറയും ചെയ്യും. അപ്പൊ അതാണ് ഒക്യുപേഷനും ലൈഫ് സ്റ്റൈലും പറയാനുള്ളത്. പിന്നെ ഇൻകം പ്രൂഫ്, അല്ലെ? അതും അവര് കറക്റ്റ് ഫിൽ ചെയ്ത് തരേണ്ടതാണ്. ഇൻകം പ്രൂഫ് പറഞ്ഞാൽ എന്താ? അവരുടെ ജോലി എന്താണ്, എത്രയാണ് അവർക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ. അപ്പൊ എത്ര ഡീറ്റെയിൽസ് ആ പറഞ്ഞത്? ഒന്ന് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം, രണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ വേണം, മൂന്ന് അവരുടെ ഓക്യുപേഷൻ, ജോലിയുടെ ടൈപ്പ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അതെന്തെന്നുള്ള ഡീറ്റെയിൽസ് വേണം, പിന്നെ ഇൻകം പ്രൂഫ് വേണം. പിന്നെ റിസ്ക് ക്ലാസിഫിക്കേഷൻ, റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യും? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് സ്റ്റാൻഡേർഡ് റിസ്ക്, അഥവാ നോർമൽ ആയിട്ട് വരുന്നത്, അതിന്റെ നോർമൽ പ്രീമിയം മതി, കൂടുതലും കുറവൊന്നും വേണ്ട, സ്റ്റാൻഡേർഡ് റിസ്ക്. രണ്ടാമത് സബ് സ്റ്റാൻഡേർഡ് കേട്ടോ, സ്റ്റാൻഡേർഡ് തൊട്ട് മുകളിലുള്ളത് സബ് സ്റ്റാൻഡേർഡ് റിസ്ക്. അപ്പോ അത് റിസ്ക് ഒന്നും കൂടെ കൂടും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രീമിയം കൂട്ടും, അല്ലെ? പ്രീമിയം കൂട്ടുന്നത് മാത്രമല്ല, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കും അവിടെ. ഇന്ന ഉണ്ടായാലേ തരുള്ളൂ, ഇന്ന ഉണ്ടായാലും നമ്മൾ മെയിൻ ചെയ്യില്ല എന്നുള്ള കുറെ റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തത് ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക്, അല്ലെ? ഇത് നമ്മൾ ഏറ്റെടുത്താൽ ഭയങ്കര സീനായിക്കാരം. ഒരു ഉദാഹരണം, ഇപ്പൊ ഒരു ഫുള്ള് വള്ളടിച്ച് കിടക്കുന്ന ഒരാൾ, അല്ലെ? ഫുള്ള് ആൽക്കഹോളിക് ആണ്, അയാൾ ആകെ എന്താ പറയാ, അയാളുടെ കിഡ്നി വൃത്തിയൊക്കെ പോയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഏത് നിമിഷം തട്ടിപ്പോകുന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ കമ്പനി പോയിട്ട് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അയാൾ എങ്ങാനും എടുത്തിന്റെ പിറ്റേന്നേക്കാരും ചിലപ്പോൾ മരണപ്പെടുന്നു, അല്ലെ? അതോടുകൂടി നമ്മളെ കമ്പനിക്ക് വലിയ നഷ്ടം വരും. അങ്ങനെ ഹൈ റിസ്ക് ഉള്ള കേസ് ആണെങ്കിൽ പ്രൊപ്പോസൽ റിജക്ട് ചെയ്യും. അപ്പോ ഈ റിസ്ക് ക്ലാസിഫിക്കേഷൻ കൂടെ അവിടെ ചെയ്യുമെന്നാണ്.
എന്തൊക്കെ പറഞ്ഞു കൂടെ നോക്കി? ഒന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, 2 മെഡിക്കൽ റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യുക, 3 അദ്ദേഹത്തിന്റെ ജോലിയും ലൈഫ് സ്റ്റൈലും കറക്റ്റ് നോക്കുക, 4 ഇൻകം പ്രൂഫ്, അതായത് സാലറി, വേജ്, അതിന്റെ പ്രൂഫുകൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുക, 5 റിസ്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ഇനി ജനറൽ ഇൻഷുറൻസിന്റെ അണ്ടർറൈറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇനി ജനറൽ ഇൻഷുറൻസിന്റെ അണ്ടർറൈറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഒന്ന്, നേച്ചർ ഓർ ലൊക്കേഷൻ ഓഫ് അസറ്റ്. ഈ ജനറൽ ഇൻഷുറൻസ് ഇപ്പോൾ നമ്മള് വാഹനങ്ങള്, ബിസിനസ്, ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ ഇൻഷുർ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് അത് എന്ത് രൂപത്തിലുള്ള അസറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ സ്ഥലമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നല്ല വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ കടൽ തീരത്താണ്, അതിനൊക്കെ കറക്റ്റ് ലൊക്കേഷൻസ് നോക്കും. ഇപ്പൊ കടൽ തീരത്തൊക്കെയാണ്, കടൽക്ഷോഭത്തിനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ റിസ്ക് കൂടുതലാണ്, എമൗണ്ട്, പ്രീമിയം എമൗണ്ട് കൂട്ടും അല്ലെ. അപ്പൊ നേച്ചർ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നുള്ളതും അസറ്റ് ആണെന്നുള്ളതും അതിന്റെ ലൊക്കേഷൻ ഏത് ഏരിയ എന്നുള്ളതും കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. രണ്ടാമത്തത് യൂസേജ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. അതായത് ആ ഒരു അസറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനാണോ, അതല്ല നമുക്ക് താമസിക്കാൻ റെസിഡൻഷ്യൽ യൂസിനാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഫയർ അലാറംസ്, CCTV, സെക്യൂരിറ്റി ഗാർഡുകൾ അല്ലെ. ഈ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ റിസ്ക് കുറവായിരിക്കും, സ്വാഭാവികമായിട്ടും പ്രീമിയം കുറയും. ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, അപ്പൊ റിസ്ക് കൂടും, സ്വാഭാവികമായിട്ട് എമൗണ്ട് കൂടും. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ അസറ്റിന്റെ യൂസേജ് നോക്കും, അതുപോലെ തന്നെ അവിടെ സ്വീകരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് വെരിഫൈ ചെയ്യും. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് ക്ലെയിംസ് ഹിസ്റ്ററി, അഥവാ മുമ്പ് ഇത് എത്രത്തോളം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ക്ലെയിം ചെയ്തിട്ടുണ്ട്, ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും അല്ലെ. മുമ്പ് ഓൾറെഡി കുറെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല, അവർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ കൊടുക്കില്ല, നല്ല പ്രീമിയത്തിലായിരിക്കും കൊടുക്കുക. കാരണം നഷ്ടം വരാൻ സാധ്യത ഉണ്ട്. ഇനി മുമ്പ് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ആക്സിഡൻസും കാര്യങ്ങളും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രീമിയം കുറക്കും. കാരണം പ്രാവശ്യം വരൂല എന്നുള്ളൊരു ധാരണ അല്ലെ, ഒരു വിശ്വാസം വെച്ചിട്ട് ആ എമൗണ്ട് കുറക്കും. പിന്നെ അടുത്തത് ഇൻഷുർഡ് വാല്യൂ ആൻഡ് സം ഇൻഷുർഡ്, അഥവാ കറക്റ്റ് ആ അസറ്റിന്റെ വാല്യുവേഷൻ നടത്തും അല്ലെ. ഇപ്പൊ ചിലപ്പോ അവര് പറയും ഇതൊരു 10 ലക്ഷത്തിന്റെ അസറ്റ് ആണെന്നൊക്കെ പറയും, നമ്മളത് വിശ്വസിക്കൊന്നുമില്ല. നമ്മൾ പോയിട്ട് നമ്മൾ അതിന്റെ എഞ്ചിനീയേഴ്സിനൊക്കെ വിളിച്ച് കറക്റ്റ് വെരിഫൈ ചെയ്ത്, അപ്പൊ അവര് 10 ലക്ഷം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒറിജിനലി അത് ഒരു 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനൊക്കെ വരാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റിൽ മാറ്റം വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, കറക്റ്റ് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് അണ്ടർറൈറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കേട്ടോ. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ഇൻഷുറൻസ് പ്രീമിയം. നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രീമിയം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നോക്കിയേ, ഞാൻ എന്റെ ബൈക്കിന് ഒരു ഇൻഷുറൻസ് എടുത്താണ്, ഞാനൊരു 2000 രൂപ കൊടുത്തു. ഈ 2000 രൂപയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അത് ആർക്ക് കൊടുക്കുന്നതാണ്? ഇൻഷുർഡ്. ശ്രദ്ധിക്ക്, ഇൻഷുർഡ്, ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് പ്രീമിയം എന്ന് പറയുന്നത് അല്ലെ. ഇൻഷുറൻസ് പ്രീമിയം ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. ഇൻഷുർഡ് ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രീമിയം. പെയ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് സ്പെസിഫൈഡ് റിസ്ക്. എന്തിനാണ് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നത്? നമുക്കൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ഞാൻ എന്റെ ബൈക്കിന് പ്രീമിയം കൊടുത്തു, അവൻ എന്തെനിക്ക് തരിക? എനിക്ക് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനാണ്. എന്തിന്? എന്റെ ബൈക്ക് ആക്സിഡന്റ് ആയാൽ അല്ലെ, അതുമൂലം നഷ്ടം സംഭവിച്ചാൽ അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് അവർ തരുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു എമൗണ്ട് ആ ഇൻഷുറർക്ക് നൽകുകയാണ്. അതാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. റെപ്രസെന്റ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറിംഗ് റിസ്ക്. അപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ടായില്, ആ റിസ്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രീമിയം എമൗണ്ട് കുറക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇപ്പോ റിസ്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം എമൗണ്ടും കൂടും, റിസ്ക് കുറവാണെങ്കിൽ പ്രീമിയം കുറയും. അപ്പൊ റിസ്ക് ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ റിസ്ക് അവർ ഏറ്റെടുക്കുന്നുണ്ട്, ആ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് പ്രീമിയം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ പേയ്മെന്റ് ഓഫ് പ്രീമിയം ഇസ് കമ്പൽസറി. ഏത് ഇൻഷുറൻസ് എടുത്ത് നോക്കിയാലും അതിന് പ്രീമിയം എന്ന് പറയുന്ന നിർബന്ധമാണ്, അത് കൊടുത്തിരിക്കണം. ഇനി ഒരാൾ പ്രീമിയം കൊടുത്തില്ലെങ്കിലോ സ്വാഭാവികമായിട്ടും പോളിസി ലാപ്സ് അല്ലെ, ആ പോളിസി അവിടെ ഉണ്ടാവില്ല, തകരും. പിന്നെ പോളിസി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ പ്രീമിയം കൊടുക്കുക എന്നുള്ളത് വളരെ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഇനി എത്രയാണ് പ്രീമിയം എമൗണ്ട്? എല്ലാവർക്കും ഒരുപോലെയാണോ പ്രീമിയം എമൗണ്ട്? അല്ല, ഓരോ കേസിൽ മാറ്റം ഉണ്ടാവും. എന്തൊക്കെ നോക്കിയിട്ടാ പ്രീമിയം എമൗണ്ട് ഫിക്സ് ചെയ്യുക? ഒന്ന്, ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ഏത് രൂപത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നത്, പിന്നെ എത്രത്തോളം കവറേജ് ചെയ്യണം. അപ്പൊ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബമ്പർ ടു ബമ്പർ ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ആക്സിഡന്റ് പറ്റിയാലും എന്ത് കേട് വന്നാലും അത് ശരിയായി തരും. അങ്ങനെ ഓരോ ലെവൽ ഉണ്ട്, അത് നോക്കിയിട്ടാണ് പ്രീമിയം എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ റിസ്ക് പ്രൊഫൈൽ ഓഫ് ദ അപ്ലിക്കന്റ്, ആ അപേക്ഷിക്കുന്ന ആളുടെ റിസ്ക് പ്രൊഫൈലും കൂടെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പ്രീമിയം എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഈ ഇൻഷുറൻസ് പ്രീമിയത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്,
ഈ ഇൻഷുറൻസ് പ്രീമിയത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഒന്ന് സം അഷ്വേർഡ്, അഥവാ എത്ര എമൗണ്ട് ആണ് നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത്, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഒരു ഉദാഹരണം, ഒരാൾക്ക് 5 ലക്ഷം മതി ക്ലെയിം ചെയ്യാൻ. ഒരു ബിസിനസ് ആണെന്ന് വെച്ചോളി, ആ ബിസിനസ് തകർന്നാൽ 5 ലക്ഷം മതി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രീമിയം ഉണ്ടാവുള്ളൂ. മറ്റൊരാൾ പറയുകയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം വേണം എന്ന് പറയുന്നത്, അല്ലെ? അതാണ് ക്ലെയിം എമൗണ്ട് അറിയുന്നത്, 10 ലക്ഷം. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രീമിയം കൂടും ചെയ്യും. അപ്പോൾ എത്രയാണ് ക്ലെയിം ചെയ്യേണ്ട എമൗണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പ്രീമിയത്തിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഏജ് ആൻഡ് ഹെൽത്ത്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നല്ല ഏജ് ആയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ലൈഫ് ഇൻഷുറൻസ് കേസിലാട്ടത്, ഏജ് ആയ ആൾക്ക് സ്വാഭാവികമായിട്ടും പ്രീമിയം കൊണ്ട് കൂടും. കാരണം ഇനി കുറെ കാലം അദ്ദേഹത്തിന് അടക്കാൻ പറ്റൂല, ഉടനെ തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഏജ് കുറഞ്ഞ ആൾക്കോ പ്രീമിയം കൊണ്ട് കുറയും. ഹെൽത്തും അങ്ങനെ തന്നെ അല്ലെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് പ്രീമിയം എമൗണ്ട് കുറയും, കാരണം വലിയ പ്രശ്നമൊന്നും വരില്ല. എന്നാൽ ഫുൾ അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്ക് പ്രീമിയം എമൗണ്ട് കൂടും. അപ്പൊ ഏജും ഹെൽത്തും നോക്കിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. പിന്നെ റിസ്ക് ലെവൽ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നല്ല ഒരു നോർമൽ റിസ്ക് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് റിസ്ക് ആണെങ്കിൽ അവിടെ നോർമൽ പ്രീമിയം. റിസ്ക് കൂടുതലാണെങ്കിൽ പ്രീമിയം കൂടും. ഹൈ റിസ്ക് ആണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും, നമ്മൾ എടുക്കുന്നതല്ല അല്ലെ, റിജക്ട് ചെയ്യും. അപ്പൊ ആ കേസ് വരാറുണ്ട്. പിന്നെ പോളിസിയുടെ ഡ്യൂറേഷൻ, അഥവാ കാലാവധി. കുറഞ്ഞ കാലത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം കൂടും. ഒരു ഉദാഹരണം, ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാണ്, ഞാൻ 5 വർഷത്തേക്കാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ എന്റെ പ്രീമിയം എമൗണ്ട് നല്ല അധികമായിരിക്കും. കാരണം എന്താ, 5 വർഷം ഞാൻ കൊടുക്കുള്ളൂ അല്ലെ. അതിന് പകരം ഞാനൊരു 30 വർഷത്തേക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. 30 വർഷം കുറെ കാലം ഉണ്ട് അല്ലെ, ഡ്യൂറേഷൻ കുറെ കാലം. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രീമിയം എമൗണ്ട് കുറയും. കാരണം എന്താ, ഈ 30 കൊല്ലം ഞാൻ അവരിലേക്ക് പേയ്മെന്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഡ്യൂറേഷൻ കുറയുന്നതിനനുസരിച്ച് പ്രീമിയം എമൗണ്ട് കൂടും, ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രീമിയം എമൗണ്ട് കുറയും ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ആവില്ല കേട്ടോ. പിന്നെ ആഡ് ഓൺ റൈഡേഴ്സ്, അതായത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണം. ഇതിപ്പോ നമ്മള് റൈഡേഴ്സുമായി ബന്ധപ്പെട്ട, അഥവാ നമ്മളെ ട്രാവലേഴ്സുമായി ബന്ധപ്പെട്ടതാ കേട്ടോ. നോർമലി നമ്മൾ ഇൻഷുറൻസ് എടുക്കും, ഇനി അതിൽ അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ, ഒരു ഉദാഹരണം എന്തെങ്കിലുമൊക്കെ ഇൽനെസ് അസുഖങ്ങൾ വന്നാൽ അത് ക്ലെയിം ചെയ്യണം പറയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിൽ ഡെത്ത് സംഭവിച്ചാൽ അത് ക്ലെയിം ചെയ്യണം എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രീമിയം എമൗണ്ടും കൂടും അല്ലെ. ഓൾറെഡി ഉള്ള ഇൻഷുറൻസ് ഉണ്ടാവും, അതിന്റെ പുറമെ ആഡ് ചെയ്യാൻ, എക്സ്ട്രാ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ടിലും കൂടുതൽ വരും. പിന്നെ അണ്ടർ റൈറ്റിംഗ് ഡിസിഷൻസ്, അണ്ടർ റൈറ്റിംഗിന്റെ തീരുമാനങ്ങൾ, ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്, അവരുടെ ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് പറയാണ് ഇത് കുറച്ച് റിസ്കി ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പ്രീമിയം കൂടും. അല്ല, അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല നോർമലാന്ന് പറഞ്ഞാൽ പ്രീമിയം എമൗണ്ട് കുറയും. അപ്പൊ അണ്ടർ റൈറ്റേഴ്സ് പറയുന്നതിനനുസരിച്ചും പ്രീമിയത്തിൽ മാറ്റം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, പ്രീമിയം കൂടാനും കുറയാനുള്ള ചില റീസൺസ്, ചില കാരണങ്ങൾ, ചില ഫാക്ടേഴ്സ്. ഇനി എങ്ങനെയാണ് ഈ പേയ്മെന്റുകൾ ചെയ്യാറുള്ളത്? ഏത്, നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസ് ആട്ടോ മെയിൻ. ബാക്കി ജനറൽ ഇൻഷുറൻസ് ഒക്കെ ഒറ്റ തവണ നമ്മൾ അടക്കണം. പക്ഷെ നോർമലി ലൈഫ് ഇൻഷുറൻസ് ഒക്കെ മന്ത്ലി അടക്കുന്നുണ്ട്. എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് മന്ത്ലി ഇങ്ങനെ അടക്കുക. പിന്നെ ക്വാർട്ടർലി ഉണ്ട്. ക്വാർട്ടർലി പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ ചില ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. ചിലപ്പോൾ ഹാഫ് ഇയർലി പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ അല്ലെ, ഒരു കൊല്ലത്തിൽ 2 തവണ, 6 മാസം കൂടുമ്പോൾ അടക്കുക. ചിലത് ആനുവലി ഉണ്ട്, അഥവാ ഒരു വർഷത്തിൽ അടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രീമിയം കൂടും കേട്ടോ, കാരണം വർഷത്തിൽ ഒറ്റ തവണ അടക്കുന്നുള്ളൂ, പ്രീമിയം എമൗണ്ട് കൂടും. പിന്നെ സിംഗിൾ പ്രീമിയം, ഇതാണ് ജനറൽ ഇൻഷുറൻസിന് ഉണ്ടാവാറുള്ളത്. ഒറ്റ തവണ നമ്മൾ പ്രീമിയം എടുക്കുന്ന സമയത്ത് അടക്കും. ഇപ്പൊ ഞാൻ എന്റെ ബൈക്കിന് ഇൻഷുർ എടുക്കാണ്, 2000 രൂപ അല്ലെ, അതിങ്ങനെ തവണകളായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഒറ്റ തവണ കൊടുക്കണം. എപ്പോഴാണോ ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നത് ആ സ്പോട്ടിൽ എമൗണ്ട് കൊടുക്കണം അല്ലെ. അപ്പൊ അതാണ് സിംഗിൾ പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഷുറൻസ് ഡോക്യുമെന്റ്സ്, ലീഗൽ റെക്കോർഡ് അല്ലെ. നമ്മൾ വെറുതെ പോയിട്ട് ഇൻഷുറൻസ് എടുക്കാനൊന്നും കഴിയില്ല. ഒരുപാട് ലീഗൽ റെക്കോർഡ്സുകൾ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താ ലീഗൽ റെക്കോർഡ് പറഞ്ഞാൽ, ഇൻഷുർഡിന്റെയും ഇൻഷുററുടെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ, ഓരോരുത്തരുടെ അവകാശങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്യൂട്ടീസ് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്യാനും അതുമായി മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പൊ അതിൽ വരുന്ന ഡോക്യുമെന്റ്സുകൾ, ഒന്ന് പ്രൊപ്പോസൽ ഫോം, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, ഒരു അപ്ലിക്കേഷൻ ഫോം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, റിസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോം എല്ലാ ഇൻഷുറൻസിനും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് പ്രൊപ്പോസൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ പോളിസി ഡോക്യുമെന്റ്, അത് ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ് പോളിസി ഡോക്യുമെന്റ്. അതിലുണ്ടാവും എന്താണ് ഇൻഷുറൻസ്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കവറേജ് ഡീറ്റെയിൽസ്, എന്തെങ്കിലും എക്സ്ക്ലൂഷൻസ്, അഥവാ ഇപ്പോ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന ആക്സിഡന്റ്, നിങ്ങൾ സ്വന്തമായിട്ട് ആക്സിഡന്റ് ഉണ്ടായാലും അത് പറ്റൂല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
എന്തെങ്കിലും എക്സ്ക്യൂസസ് ഉണ്ടെങ്കിൽ അല്ലെ, ഇന്നതുണ്ടെങ്കിൽ കിട്ടൂല, ഇന്നതുണ്ടെങ്കിൽ കിട്ടൂല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് ഉണ്ടെങ്കിൽ അതും അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഏതൊക്കെ കാര്യത്തിലാണ് ഇൻഷുറൻസ് കിട്ടുക, എന്തൊക്കെ ഉണ്ടായാലാണ് ലഭിക്കുക അല്ലെ. നമ്മൾ ചിലപ്പോൾ ഈ മൊബൈൽ ഫോണിനൊക്കെ ചില ആളുകൾ ഇൻഷുർ ചെയ്യാറുണ്ട്. അപ്പൊ അതിലവർ പറയാറുണ്ട് വെള്ളത്തിൽ ചാടിയാൽ ഇൻഷുറൻസ് കിട്ടൂല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാരണം കൊണ്ട് ചാടി വീണ് പൊട്ടിയാൽ ഇൻഷുറൻസ് കിട്ടൂല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അതാണ് ഈ എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു പോളിസി ഡോക്യുമെന്റിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പ്രീമിയം റെസിപ്റ്റ്. നമ്മൾ ഇൻഷുറർക്ക് പ്രീമിയം കൊടുക്കൂലേ, ആ പ്രീമിയം എന്ത് ചെയ്യും, റെസിപ്റ്റും അവർ തിരിച്ചു കൊടുക്കും. റെസിപ്റ്റ് ആരാർക്കാ കൊടുക്കുക, ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കൊടുക്കും അല്ലെ. എന്താ റെസിപ്റ്റിൽ ഉണ്ടാവുക, എത്ര എമൗണ്ട് ആ പെയ്ഡ്, ഡേറ്റ്, എങ്ങനെയാണ് പെയ്ഡ്, അതായത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ക്യാഷ് ആയിട്ടാ കൊടുത്തത്, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. സത്യത്തിൽ ആ ഒരു റെസിപ്റ്റ് ആണ് ഇയാളുടെ തെളിവ് അല്ലെ, ഇൻഷുറൻസ് ചെയ്തു എന്നുള്ളൊരു തെളിവ് ആ റെസിപ്റ്റും കൂടെയാണ്. പിന്നുള്ളത് റൈഡർ ഓർ ആഡ് ഓൺ ഡോക്യുമെന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ട്രാവലേഴ്സിന് അഡീഷണൽ ആയിട്ട് അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുമ്പോൾ ആ അഡീഷണൽ ഡോക്യുമെന്റ്സുകളും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആക്കും. അതെല്ലാവർക്കും ഉണ്ടാവില്ല, അത് വേണം എന്ന് പറഞ്ഞവർക്ക് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ അടുത്ത നോമിനേഷൻ ഫോം. അതായത് ആർക്കാണോ നമ്മൾ ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുക്കാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ ഞാൻ എന്റെ വൈഫിനെ അല്ലെങ്കിൽ എന്റെ കുട്ടികളെ അവരുടെ പേര് കൊടുക്കണം. അവരാണ് നോമിനി എന്ന് പറയുന്നത്, നോമിനി അല്ലെ. അപ്പൊ ആർക്കാണോ ആ ക്ലെയിം ചെയ്യേണ്ടത്, അതിന്റെ ബെനിഫിഷ്യറി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബെനിഫിഷ്യറീസ്, അവരുടെ ഡീറ്റെയിൽസും അതിൽ ഇൻക്ലൂഡഡ് ആക്കണം. അതായത് നോമിനി ടു റിസീവ് പോളിസി ബെനിഫിറ്റ്, ആർക്കാണോ ആ ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നത്, നോമിനി ആയിട്ട് വരേണ്ടത്, അവരും കൂടെ അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതെന്തിനാണ്, ലീഗൽ ഡിസ്പ്യൂട്ട്, സപ്പോസ് മരണപ്പെട്ടു, പിന്നെ ആ പൈസ ആർക്ക് കൊടുക്കണം എന്നുള്ള കച്ചറ ഉണ്ടാവും അല്ലെ, ആ ഒരു കച്ചറ ഒഴിവാക്കാനാണ് നോമിനിയുടെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യണം. പിന്നെ ക്ലെയിം ഫോം, അഥവാ ഇനിയിപ്പോ എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ, അഥവാ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപകടം ഉണ്ടായി, ഇവന്റ് ഉണ്ടായി, ആ ഒരു കാര്യം ക്ലെയിം ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായത്, എന്താണ് നഷ്ടം ഉണ്ടായത്, എത്രയാണ് നഷ്ടം ഉണ്ടായത്, അതിനെ സപ്പോർട്ടിങ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു ഫോമും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത്രയാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ഈ ഒരു മൊഡ്യൂള് തേർഡ് മൊഡ്യൂൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിന്റെ കംപ്ലീറ്റ് മലയാളം നോട്ടും താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ഓൾ.